പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട്, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇങ്ങനെ അനേക വാക്യങ്ങൾ ദൈവത്തിലൂടെ നമുക്കുണ്ട്. ലോകപ്രസിദ്ധമായ യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട രക്ഷയുടെ വചനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് വിചാരിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രൈസ് ഗോഡ് പ്രായോഗിക വശങ്ങൾ ഇല്ലാതായിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. പ്രൈസ് ഗോഡ്. മാത്രമല്ല മോശ പറഞ്ഞിരിക്കുന്ന ഇന്ന വിധത്തിലാണ്, പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അതിൻ്റെ ആത്മീയ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാണ്. പ്രൈസ് ഗോഡ്. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനെല്ലാം പാപം ചെയ്തു പോയി എന്ന് മോശ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവനെല്ലാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൊല്ലരുതെന്ന് ഞാൻ മോശ പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയുന്നു, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ പുതിയ നിയമമായാലും പഴയ നിയമമായാലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രായോഗിക ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് യു സോ യു വിൽ റീപ്പ്. വിതയ്ക്കുന്നത്, ഗലാത്യലേഖനം വ്യക്തമായി പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. യെരമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഈ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. യെരമ്യാവ് തലങ്ങും വിലങ്ങും നടന്ന് ഇസ്രായേൽ മക്കളോട് മുഴുവൻ, ഭരണാധികാരികളോട് മുഴുവൻ, രാജാവിനോട്, പ്രൈസ് ഗോഡ്, കൊട്ടാരത്തിന് പുറത്ത് കള്ളപ്രവാചകന്മാരോട്, മഹാപുരോഹിതന്മാരോട്, സകലരോടും പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അനർത്ഥം നിങ്ങൾക്ക് വരും, വലിയ പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് വരും. നിങ്ങളെ ആബാലവൃദ്ധം ശത്രു വന്നക്രമിച്ച് കൊന്നൊടുക്കും. കൊള്ളാവുന്നവരെ, ആരോഗ്യമുള്ളവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകും. പ്രവാസത്തിൽ നിങ്ങൾ വീണ്ടും കഴിയേണ്ടി വരും. പ്രൈസ് ഗോഡ്. മാത്രമല്ല വ്യക്തമായി പറഞ്ഞു, 70 വർഷം നിങ്ങൾ ബാബിലോൺ രാജാവിനെ സേവിക്കേണ്ടി വരും. 70 വർഷം കഴിയുമ്പോൾ ഞാൻ ഇടപെടും. ഞാൻ ചോദിക്കട്ടെ, 70 വർഷം കഴിഞ്ഞ് ഇടപെട്ടാൽ ആർക്ക് ഗുണം? അനുസരണം കെട്ട തലമുറ മുഴുവൻ പോവും. അവരുടെ മക്കൾ രക്ഷപ്പെടും. നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടാൽ പോരല്ലോ, നമ്മളും രക്ഷപ്പെടണ്ടേ? പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും അറിയാത്ത ജനം, യെരമ്യാവ് പല വിധത്തിൽ സംസാരിച്ചിട്ടും ഇതൊന്നും ഏറ്റെടുത്തില്ല. നിങ്ങൾ നോക്കിയാൽ 38-ാം അധ്യായത്തിൽ വരുമ്പോൾ യെരമ്യാ പ്രവാചകൻ ദേശത്തിന് വരാൻ പോകുന്ന അനർത്ഥങ്ങളെല്ലാം എഴുതി ചുരുളാക്കി കൊടുത്തു വിട്ടു രാജാവിന്. നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം 36-ാം അധ്യായം 21 മുതൽ. രാജാവ് ചുരുൾ എടുത്തുകൊണ്ടുവരുവാൻ യഹൂദിയയെ അയച്ചു. അവൻ രായസക്കാരനായ ഏലീശാമായുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു. യഹൂദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. അത് അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ മുമ്പാകെ നെരിപ്പോടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. നല്ല തണുപ്പുള്ള ദിവസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയാണ്. അവന്റെ മുമ്പിൽ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വ്യക്തമായി കേട്ട മുന്നറിയിപ്പുകൾ ഏറ്റെടുത്ത് ജീവിതം ക്രമീകരിക്കേണ്ടതിന് പകരം വായിച്ച് കേട്ടാട്ട്. യഹൂദി
3-4 ഭാഗം വായിച്ച ശേഷം യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരുപ്പോടിലെ തീയിൽ വെന്തുപോകും വരെ നെരുപ്പോടിൽ ഇട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ഈ കൊണ്ടുവന്ന് ഇത് കണ്ടിച്ച് നെരിപ്പോട്ടിലിട്ട് കത്തിച്ചു. പ്രൈസ് ഗോഡ്. അടുത്തത് ആകട്ടെ ഈ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ ആരും ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. പ്രൈസ് ഗോഡ്. അപ്പൊ ഇതുപോലെ ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടെങ്കിലും പ്രൈസ് ഗോഡ് അതിനൊന്നും ഒരു ഫലവും കണ്ടില്ല. അതിനൊന്നും ഒരു ഫലവും കണ്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജനം പിന്നെയും പുറകോട്ട് പോയി. പ്രൈസ് ഗോഡ്. ഒടുവിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ യെരമ്യാ പ്രവചനം അവസാനിക്കുമ്പോൾ യെരമ്യാവ് പറഞ്ഞതുപോലെ തന്നെ 70 വർഷത്തെ പ്രവാസകാലം കഴിഞ്ഞു. ദൈവം കോരശന്റെ മനസ്സിനെ ഉണർത്തി. ദൈവത്തിന് സ്തോത്രം. പ്രവചനപ്രകാരം ജനം എസ്രായുടെ നേതൃത്വത്തിലും നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലും സെരുബാബേലിൻ്റെ നേതൃത്വത്തിലുമായി മടങ്ങി യെരുശലേമിലേക്ക് വന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ വാതിലുകളെ തീ കൊണ്ട് ചുട്ട് മതിലുകൾ ഇടിച്ച് യെരുശലേമിൻ്റെ എല്ലാ കെട്ടിടങ്ങളെയും ഇടിച്ചു തകർത്ത് ശലോമോൻ പണിത ഇസ്രായേൽ മക്കളുടെ യഹൂദൻ്റെ പ്രൈസ് ഗോഡ് പ്രൗഢമായ യെരുശലേം ദേവാലയം തകർത്ത് പോയിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമാരങ്ങളിൽ നിന്നും ഇവർ കല്ല് ജീവിപ്പിക്കുമെന്ന് ചോദിക്കത്തക്കവണ്ണം ശത്രുക്കൾ നിന്ദിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മാസം യെരമ്യാ പ്രവചനം പഠിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ആകേണ്ടതുപോലെ ആയില്ലെങ്കിൽ, മാറ്റങ്ങൾ വരേണ്ട സ്ഥാനത്ത് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, യെരമ്യാവിന് പ്രൈസ് ഗോഡ് ഉണ്ടായ അരുളപ്പാട് അനുസരിച്ച് ജനം നടക്കാതെ പോയപ്പോൾ അവർക്ക് ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്ന വിഷയങ്ങളിൽ കൂടെ, തത്തുല്യമായ വിഷയങ്ങളിൽ കൂടെ നമ്മളും നമ്മുടെ കുടുംബവും കടന്നു പോകേണ്ടി വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വേദപുസ്തകം സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് യെരമ്യാ പ്രവചനം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് യെശയ്യാ പ്രവചനം, അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവചനം. ഇത് ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. യെരമ്യാ പ്രവചനത്തിൽ പറഞ്ഞ വിഷയങ്ങൾ അതുപോലെ വരവെണ്ണം തെറ്റാതെ സംഭവിച്ചു, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. BC 700 യെശയ്യാവിൽ കൂടി പറഞ്ഞ വിഷയങ്ങൾ യേശുക്രിസ്തുവിന്റെ കാലത്ത് അതുപോലെ സംഭവിച്ചു. 700 വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലന്മാരിൽ കൂടെയും പ്രൈസ് ഗോഡ് യേശുവിൽ കൂടെയും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ തൊട്ട് ലേഖനങ്ങളിൽ ഓരോന്നിലും പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, നമ്മൾ കേൾക്കുന്ന വചനത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂറുള്ള മാനസാന്തരമല്ല, 1 ദിവസമുള്ള മാനസാന്തരമല്ല, ജീവിതത്തിൽ ഒരു പൂർണ്ണമായി ഒരു എബൌട്ട് ടേൺ 180 ഡിഗ്രി തിരിഞ്ഞ് വന്ന വഴിക്ക് നേരെ എതിരെ പോകുവാൻ ഒരു തീരുമാനം നമ്മൾ എടുക്കണം ദൈവമക്കളെ. ഈ യെരമ്യാ പ്രവചനത്തിന് ഈ പഠനം കഴിയുമ്പോൾ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, പ്രാർത്ഥനയിൽ മാറ്റമുണ്ടാകണം, ആരാധനയിൽ മാറ്റമുണ്ടാകണം, ദൈവവചന ധ്യാനത്തിൽ മാറ്റമുണ്ടാകണം, ഉപവാസത്തിൽ മാറ്റമുണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ശത്രു നമ്മുടെ മേൽ കൊണ്ടുവരാനിരിക്കുന്ന അനർത്ഥങ്ങളെ നമ്മൾ വിട്ടൊഴിഞ്ഞു പോകണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് അനുഗ്രഹം പ്രാപിക്കണം. നമ്മളും നമ്മുടെ കുടുംബങ്ങളും. നമ്മുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, കൃഷി അനുഗ്രഹിക്കപ്പെടണം, തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടണം. ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ കൈ തൊടുന്നിടത്തെല്ലാം അനുഗ്രഹമായിരിക്കും. എന്ത് ചെയ്താലും അത് അനുഗ്രഹിക്കപ്പെടും. ബിസിനസ് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, ജോലി ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, കൃഷി ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും. വചനം പറയുന്നു, നിന്റെ കൈ തൊടുന്നിടത്തെല്ലാം ഞാൻ അനുഗ്രഹം കൽപ്പിക്കും. ഇന്ന് രാത്രി നമ്മുടെ കരം തൊടുന്നിടത്തെല്ലാം, നമ്മുടെ കൈ തൊടുന്നിടത്തെല്ലാം അനുഗ്രഹം കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു രൂപാന്തരം ഏറ്റെടുത്ത് അത് നിലനിർത്തണം. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മളൊക്കെ കൂത്തുകാഴ്ചയാവും.
ഏറ്റവും കഷ്ടം പ്രാർത്ഥിക്കാൻ നടന്നിട്ട് ഈ ഗതികേടെന്ന് പറയും. ഞാൻ സത്യം പറയാം, ദൈവത്തെ ശരിക്ക് വിളിച്ച ഒരുത്തനും നശിച്ചിട്ടില്ല. മര്യാദയ്ക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനും തകർന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ നോക്കിക്കോ, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട്, ഈ വേദപുസ്തകം കൊണ്ട് ഇറങ്ങിയിട്ട് പിന്നെ താഴ്ചയിലേക്ക് പോകുന്നവന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാകും, അവന്റെ ഇടപാടുകളിൽ പ്രശ്നമുണ്ടാകും, അവന്റെ സംസാരങ്ങളിൽ പ്രശ്നമുണ്ടാകും, അവന്റെ കൊടുക്കൽ വാങ്ങലിൽ പ്രശ്നമുണ്ടാകും, ജീവിതം മൊത്തം പെശകായിരിക്കും. അതുകൊണ്ടാണ് തകരുന്നത്. എന്ത് ചെയ്യണം? ദൈവത്തെ അറിയാതെ പോയ കാലഘട്ടം പോട്ടെ, എല്ലാം ദൈവം ക്ഷമിച്ചു. ദൈവത്തെ അറിഞ്ഞ ശേഷം വിശ്വാസ ജീവിതത്തിന് ഒരു സ്റ്റെപ്പ് മേളിലോട്ട് അതുണ്ടാവണം നമുക്ക്. അതാണ് ഈ യെരമ്യാ പ്രവചനത്തിൻ്റെ പഠനം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത്രയും മുഖവരയായി പറഞ്ഞ എന്തിനാണെന്നറിയാമോ? പലപ്പോഴും നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ ഗ്രഹിക്കേണ്ടതുപോലെ പലതും ഗ്രഹിക്കാൻ കഴിയത്തില്ല. യെരമ്യാ പ്രവചനം മൊത്തം പഠിച്ച് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പുസ്തകമാണെങ്കിലും അതിൻ്റെ ആ ക്രമത്തിൽ അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പവുമല്ല. ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ പോകരുത്. ഉയർച്ചയിൽ നിന്ന് അവർ താഴോട്ട് പോകരുത്. ഈ യെരമ്യാ പ്രവചനത്തിൻ്റെ പഠനം കഴിയുമ്പോൾ ഈ പ്രൈസ് കോഡ് ഹല്ലേലൂയ, നമ്മുടെ മാർച്ച് മാസം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ആണ്. ഏപ്രിൽ ഫൈനാൻഷ്യൽ പുതുതായിട്ട് തുറക്കുക. മര്യാദയ്ക്ക് ഈ വചനം കേട്ട് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് വചനപ്രകാരം ഒന്ന് ക്രമീകരിച്ചാൽ മതി. ഒരു ദിവസത്തെ മാനസാന്തരമല്ല നമുക്ക് വേണ്ടത്, ഈ ജീവിതം മുഴുവൻ മാറ്റം വരുന്നൊരു മാനസാന്തരം. അങ്ങനെ വരുമ്പം അത് നിലനിൽക്കും, അനുഗ്രഹം നിലനിൽക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഹല്ലേലൂയ. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് വാക്യം വായിക്കാം. യെരമ്യാ പ്രവചനം 42-ാം അധ്യായം 6-ാം വാക്യം. യെരമ്യാവ് 42:6. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ആ വാക്കിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ട് അനുസരിക്കും. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം അത് ഗുണമായാലും ഞങ്ങൾക്ക് ദോഷമായാലും ഞങ്ങൾ അനുസരിക്കും. എന്തിന്? ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന്. ഇന്ന് രാത്രി ഗുണം വരാൻ താല്പര്യമുള്ളവർ സ്തോത്രം പറയാമോ? അങ്ങനെയാണെങ്കിൽ യെരമ്യാവിനോട് ഇസ്രായേൽ മക്കൾ പറഞ്ഞ പ്രമാണം ഇന്ന് രാത്രി ഒന്ന് ഏറ്റെടുക്കാൻ സാധിക്കണം. ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് ദൈവവചനം പറയുന്നത് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും. ദൈവവചനം ഗുണവും ദോഷവും ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനം എല്ലാം നല്ലത് തന്നെ. ദൈവത്തിൻ്റെ വചനം തീയിൽ ശോധന ചെയ്ത് 7 പ്രാവശ്യം ഊതിക്കഴിച്ച പൊന്നിനേക്കാൾ തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ നല്ലത്. പക്ഷെ വചനമല്ല നല്ലതാകുന്നത്, വചനം അനുസരിക്കാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം എൻ്റെ മനോഭാവമാണ് നമ്മൾ ഈ വ്യത്യാസം വരുത്തുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അനുസരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ദൈവവചനം കേൾക്കുമ്പോൾ അനുസരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് ആരാന്നറിയാമോ? എന്ത് കൽപ്പിച്ചാലും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമേ, നീ എന്ത് കൽപ്പിച്ചാലും അതെനിക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം എക്കാലത്തുമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എനിക്ക് ദൈവം എന്നോട് കൽപ്പിക്കുന്നതെല്ലാം എനിക്ക് നന്മയ്ക്കും എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ ഐശ്വര്യത്തിനും എൻ്റെ അഭിവൃദ്ധിക്കും എൻ്റെ ഉപകാരത്തിനുമാണ്. ഈ ഒരു ചിന്താഗതി വെച്ചു പുലർത്തുന്നൊരു കൂട്ടത്തിനോട് ദൈവത്തിന് പറയാനുള്ളത് മുഴുവൻ
മുഴുവൻ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളായി അവർക്ക് തോന്നും. പ്രൈസ് ഗോഡ്. അല്ലാതെ വരുമ്പോൾ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് കഴിയുമ്പം മനപ്രയാസം തോന്നും. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ തന്നെ. ഉൽപ്പത്തി 22 അധ്യായം 1 മുതൽ. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്നരുളി ചെയ്തു. പ്രൈസ് ഗോഡ്. കേട്ട സന്തോഷം തോന്നുന്ന കാര്യമാണോ ദുഃഖം തോന്നുന്ന കാര്യമാണോ? പ്രൈസ് ഗോഡ്. ഇത് കേട്ടാൽ ഗുണം വരുന്നത് തോന്നത്തില്ല, ഇതെനിക്ക് ദോഷമാണ്. സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ഇതെനിക്ക് ദോഷമാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവത്തിന് സ്തോത്രം. 22 അധ്യായത്തിൻ്റെ തന്നെ ആ അധ്യായം തീരുമ്പോൾ 16 17 വാക്യം, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഒന്ന്, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. അത്യന്തം വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. പിന്നെ നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നിന്റെ സന്തതി കൈവശമാക്കും. 3 അനുഗ്രഹം: അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, കൈവശമാക്കും. ദൈവം രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് നിന്റെ മകനായ ഇസഹാക്കിനെ, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ ഞാൻ കാണിക്കുന്ന മോരിയ ദേശത്ത് ചെന്ന് അവിടുത്തെ മലയിൽ യാഗം അർപ്പിക്കാം, ഹോമയാഗം അർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇത് നഷ്ടമാണല്ലോ, ഇത് കഷ്ടമാണല്ലോ, ഇത് ദോഷകരമായൊരു വിഷയമാണല്ലോ എന്ന് ചിന്തിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അബ്രഹാം വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ അനുഗ്രഹം കുറയും, വർധന കുറയും, കൈവശമാക്കത്തുമില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ദൈവം ആവശ്യപ്പെടുന്ന ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ ബുദ്ധി പറയും, നിനക്ക് നഷ്ടം വരും, നിനക്ക് കഷ്ടം വരും, നിനക്കത് ദോഷമാണ്, ഇത് നിനക്ക് ഗുണം വരികയില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകത്തില്ല, നിന്റെ മകൻ ഇതുകൊണ്ട് ഗുണമുണ്ടാകത്തില്ല, നിന്റെ ഭാവി ശരിയാകത്തില്ല. പ്രാർത്ഥിച്ച് വളരെ കാത്തിരുന്ന് ഉണ്ടായ ഏക മകനെ ചാമൻ ഹല്ലേലൂയ ഹോമയാഗ പീഠത്തിൽ കിടത്തിക്കൊണ്ട് അവൻ അറുത്ത് അവനെ ചാരമാക്കിയാൽ, പ്രൈസ് ഗോഡ്, അബ്രഹാമേ, മണ്ടത്തരം കാണിക്കല്ലേ. ഒരു മകനെ കിട്ടിയവനെ വല്ലവിധേനയും വളർത്തി നിന്റെ സമ്പത്തിന്, അളവില്ലാത്ത സമ്പത്തിന് അവകാശിയാക്കി അവരോധിക്കണമെന്ന് ബുദ്ധി പറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തില് വിശ്വാസിയായ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഈ ചാരത്തിൽ നിന്ന് എന്റെ മകൻ ഇസഹാക്കിനെ അർപ്പിച്ചാൽ ആ ചാരത്തിൽ നിന്ന് എനിക്കൊരു പുത്രനെ തരുവാൻ, ഇസഹാക്കിനെ വീണ്ടും എഴുന്നേൽപ്പിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാം വിശ്വസിച്ചു. അവന്റെ വിശ്വാസത്തെ അവന്റെ ദൈവം നീതിയായി കണക്കിട്ടു. ഇന്ന് രാത്രി ദൈവം എന്തു പറഞ്ഞാൽ ആ നഷ്ടം നികത്താൻ, ആ കട്ടം മാറ്റാൻ, ചാരത്തിൽ നിന്ന് എനിക്കെന്റെ നഷ്ടം നികത്തി തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം. ആ ദൈവത്തെയാണ് ഞാനും ആരാധിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ പതറല്ലേ, നീ തളരല്ലേ, നീ ഹല്ലേലൂയ നശിക്കുമെന്ന് ചിന്തിക്കല്ലേ. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ദൈവം ചോദിച്ചത് തൽക്കാലം ദുഃഖമാണെന്ന് തോന്നിയാലും, ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ തൽക്കാലം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും, വീട്ടുകാർ നിന്നെ തള്ളിക്കളയും, നാട്ടുകാർ തള്ളിക്കളയും, കൂട്ടുകാർ തള്ളിക്കളയുമെന്ന് തോന്നിയാലും, പിന്നത്തേതിൽ അനുസരിച്ച് കഴിയുമ്പോൾ
ഒരു സത്യം മനസ്സിലാകും. എനിക്ക് നഷ്ടം വന്നില്ല, ഇസഹാക്ക് എനിക്ക് നഷ്ടമായില്ല, എനിക്കൊരു നഷ്ടവും വന്നില്ല. പകരം ഹല്ലേലൂയ പിന്നെയും ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം ലഭിക്കാനിടയായി. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ദേശം കൈവശമാക്കും. ഇന്ന് രാത്രി ഇതുപോലെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിപ്പാൽ, ഇങ്ങനെയുള്ള ദൈവത്തെ മഹത്വത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ ആരാധിക്കാൻ ആർക്ക് കഴിയും? അവനാണ് അബ്രഹാമിന്റെ വിശ്വാസമുള്ളവൻ. ഉരബല ദരബല ഹദ്ദുല ജൗഡ അന്തിൽ കൗഡ ശബദക ജനബല ഹദ്ദുല അമദ്രക ജാനക രകടക ജുലബ സന്തര ഹദ്ദല ബൗഡ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് പാടാൻ വേണ്ടി എഴുതിയ പാട്ട ഈ അവസാനം പാടിയത്. ഏതാ? നഷ്ടങ്ങളിലും കണ്ണുനീരിലും നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തകർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞിടുമ്പോ മാറിപ്പോയിടല്ലേ. വിരുപ്പില്ലാതെ മുന്നോട്ട് പോകുക, യേശു എന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞിടുമ്പോ മാറിപ്പോയിടല്ലേ. വിരുപ്പില്ലാതെ മുന്നോട്ട് പോകുക, യേശു എന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്റെ സന്തതിയെ
അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, കൈവശമാക്കും. ഏത് സന്തതി? എൻ്റെ കൈവിട്ട് പോകുമെന്ന് വിചാരിച്ച സന്തതി, എനിക്ക് നഷ്ടമാകുമെന്ന് വിചാരിച്ച സന്തതി. ഇന്ന് രാത്രി ഉറപ്പാക്കാൻ സാധിക്കുമോ? നിനക്ക് നഷ്ടമാകുമെന്ന് വിചാരിച്ച വിഷയങ്ങളെ ലാഭമാക്കാൻ കഴിവുള്ള ഒരുവനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കത്തക്കവണ്ണം വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി നഷ്ടങ്ങളുടെ കണക്കുകളെ ലാഭമാക്കി മാറ്റണമേ. നഷ്ടത്തിന്റെ കണക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തിരുത്തി കുറിക്കത്തക്കവണ്ണം ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പല വിഷയങ്ങളിലും നഷ്ടത്തിന്റെ കണക്കുമായി ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അതിനെ ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഓ ജീസസ്, 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, 2013 മാർച്ച് വരെ നഷ്ടങ്ങളുടെ കണക്കായിരുന്നു. 2013 സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ നഷ്ടങ്ങളുടെ കണക്കിനെ ലാഭത്തിൻ്റെ പേജിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെന്ന്. ആത്മീയ നഷ്ടങ്ങളും ഭൗതിക നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ആരോഗ്യത്തിൻ്റെ നഷ്ടങ്ങളും ശാരീരിക നഷ്ടങ്ങളും മാനസിക നഷ്ടങ്ങളും ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുക്ക്, വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകളെ മാറ്റി ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള ഒരുവനുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാമോ? അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു ദിവസം പോലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, പുറകോട്ട് പോയില്ല. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ പലരുടെ ആത്മീയ ജീവിതം ഒന്ന് പരിശോധിച്ച് നിങ്ങൾ തന്നെ നോക്കി വെച്ചാൽ മതി. പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഒരു പയ്യൻ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോയി. ഹല്ലേലൂയ. ചെളി നിറഞ്ഞ പാടത്തിൻ്റെ വരമ്പിൽ കൂടെ അവൻ നടന്ന് ക്ലാസ്സിൽ ചെന്നപ്പോൾ ലേറ്റായി. പിന്നെ സാറ് ചോദിച്ചു, നീ എന്നടാ താമസിച്ചെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ സാറേ, മഴ പെയ്ത് ചെളി അങ്ങോട്ട് നിറഞ്ഞ് പാടം വരമ്പ് വഴുക്കി കിടക്കുക. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുമ്പം ഞാൻ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുക, അതുപോലെ വഴുക്കി കിടക്കാമെന്ന് പറഞ്ഞു. പിന്നെ സാറ് ചോദിച്ചു, പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പുറകോട്ട് നടന്നു, വീട്ടിലോട്ട് നടന്നെന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുക, പുറകോട്ട് പോയപ്പോൾ എത്തേണ്ടടുത്തെത്തി. അങ്ങനത്തെ ഒരു എത്തലല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, ഞാൻ ഒരു ദിവസം ഇത്ര സമയം ദൈവവചനം വായിച്ചേ ഉറങ്ങത്തുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അത് ജീവിതം മുഴുവനും അത് പാലിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാതെ കിടക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ അത് നിഷ്ഠായുസ് അത് പാലിക്കുന്നതാണ് ആത്മീയ ജീവിതം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരു തടസ്സവുമില്ലാതെ എന്ത് തടസ്സം വന്നാലും മുന്നോട്ട് പോകുന്നതാണ് ആത്മീയ ജീവിതം. നിന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. ദൈവം നിന്നിൽ പ്രസാദിച്ചാൽ ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും, ഏത് അനർത്ഥങ്ങൾ കടന്നു വന്നാലും, ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും നീതിമാന്റെ ഗതി മേലോട്ടാകുന്നു, താഴാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ളൊരു ദൈവത്തെ പരിചയമുള്ളവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ്, ദൈവം പറഞ്ഞതിനെ ഗുണമായാലും ദോഷമായാലും അനുസരിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യുക്തി നോക്കിയില്ല, ബുദ്ധി നോക്കിയില്ല. പ്രൈസ് ലോർഡ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ അബ്രഹാമിനെ അഭ്യസിപ്പിച്ച ദൈവത്തിൻ്റെ മുൻപിൽ, പ്രൈസ് ഗോഡ്, അങ്ങനെ വിശ്വാസത്താൽ ജനിച്ച പൈതലിനെ, ഇസ്ഹാക്കിനെ തന്നെ, പ്രൈസ് ഗോഡ്, ദൈവസന്നിധിയിൽ വീണ്ടും അർപ്പിക്കുവാൻ അബ്രഹാമിന് മടിയുണ്ടായില്ല. കാരണം ദൈവത്തിന് സ്തോത്രം, അബ്രഹാം ചെന്നിടത്തെല്ലാം ഒരു യാഗപീഠമുണ്ടായിരുന്നു. അബ്രഹാം ചെന്നിടത്തെല്ലാം ഒരു യാഗപീഠമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ലോത്ത് ചെന്നിടത്തത് ഉണ്ടായില്ല. മനസ്സിലായോ? അബ്രഹാം ചെന്നിടത്ത് യാഗപീഠമുണ്ടായിരുന്നു, ലോത്ത് ചെന്നിടത്ത് ഉണ്ടായില്ല.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എവിടെ പോയാലും നിൻ്റെ പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്, ദൈവവചന ധ്യാനം കുറയരുത്, ഉപവാസം കുറയരുത്. അനുഗ്രഹം തന്നെ മുളച്ചു വരും. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാമോ? എൻ്റെ ദൈവത്തിനുള്ളത് മര്യാദയ്ക്ക് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ നീ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രി ലജ്ജിക്കാത്ത സാക്ഷിയായി നടത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ മനസ്സിലാക്കിയ അബ്രഹാമിനെ പോലെ നമ്മളായിരിക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. ഇനി ദൈവത്തെ അനുസരിച്ചാൽ അന്തിമമായിട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് ദൈവവചനത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 3-ാം വാക്യം. ആകയാൽ ഇസ്രായേലേ നിനക്ക് നന്നായിരിക്കേണ്ടതിനും, ആകയാൽ ഇസ്രായേലേ നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും. പ്രൈസ് ഗോഡ്. നിനക്ക് നന്നായിരിക്കേണ്ടതിന്, നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. പ്രൈസ് ഗോഡ്. എന്തിനാ? നിനക്ക് നന്നായിരിക്കേണ്ടതിന്, നീ വർദ്ധിക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെ അനുസരിച്ച് നടക്കണം? 1 മുതൽ വായിച്ച 1-2 വാക്യങ്ങൾ വായിച്ചാൽ അവിടെയും വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഗുണം. വായിച്ചാട്ടെ. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും പ്രമാണിക്കാൻ തക്കവണ്ണം അവനെ ഭയപ്പെടണം. യഹോവ ഭക്തി, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവത്തെ ഭയം വേണം നമുക്ക്. ദൈവത്തെ ഭയപ്പെടുന്നുണ്ട് എന്തിനാണെന്നറിയാമോ? അവൻ്റെ നിയമങ്ങൾ, അവൻ്റെ പ്രമാണങ്ങൾ, അവൻ്റെ ചട്ടങ്ങൾ അനുസരിക്കാൻ. എന്തിന്? പ്രൈസ് ഗോഡ്. ഇസ്രായേലേ നിനക്ക് നന്നായിരിക്കേണ്ടതിന്, 3-ാം വാക്യത്തിൽ. ഇനി 2-ാം വാക്യം വായിച്ചേ. നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിനുമായി. നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് അത് കേട്ട് അത് അനുസരിക്കാൻ തുടങ്ങിയാൽ 2 കാര്യം. 1, നിനക്ക് നന്നായിരിക്കും. 2, നീ ദീർഘായുസോടെ ഇരിക്കും. പോരെ? വേറെ എന്തോ വേണം നമുക്ക്? പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണം? നീയും നിൻ്റെ മകനും മകൻ്റെ മകനും. 3 തലമുറ. വേദപുസ്തകം മുഴുവൻ പഠിച്ചാൽ 3 തലമുറയോടാണ് ദൈവം ഇടപെട്ടിട്ടുള്ളത്. സീനായി മലയിൽ മുൾപ്പടപ്പിൽ വെച്ച് മോശയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മോശയോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. 3 തലമുറ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഒരു സാധാരണ വ്യക്തി മിനിമം 3 തലമുറ കാണും. 1-ാം തലമുറ ഏതാണെന്നറിയാമോ? 2-ാം തലമുറ ഏതാണെന്നറിയാമോ? 3-ാം തലമുറ ഏതാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. വളരെ ഭാഗ്യമുള്ളവർ 4-ാം തലമുറയും കാണും. 1-ാം തലമുറ ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും കണ്ടു. പ്രൈസ് ഗോഡ്. 2-ാം തലമുറ ഞാൻ തന്നെ. 3-ാം തലമുറ എനിക്ക് മക്കള്. പ്രൈസ് ഗോഡ്. 4-ാം തലമുറ മകൻ്റെ മകൻ. ഹല്ലേലൂയ. നീയും നിൻ്റെ മകനും മകൻ്റെ മകനും. അബ്രഹാമി, നീയും ഇസഹാക്കും യാക്കോബും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ പട്ടിക എഴുതുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്താൽ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. എങ്ങനെ കാത്തിരുന്നു? വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായിരിക്കുന്ന ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. വായിച്ചേ.
എബ്രായർ 11:14. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത എത്രാമത്തെ വാക്യമാ? 9. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. എന്തൊരു സന്തോഷമുള്ള ജീവിതമല്ലേ! അപ്പനും മകനും മകൻ്റെ മകനും കൂടെ ഒരു കൂടാരം ഒന്നിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നീയും അതുപോലെ അനുഗ്രഹിക്കപ്പെടും, ഞാനും നീയും അതുപോലെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിന്റെ സന്തതി കൈവശമാക്കും. നിനക്ക് ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ആവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുളി ചെയ്തതുപോലെ. നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം ചെന്ന് കൈവശമാക്കേണ്ടതിനും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ത് ചെയ്യണം? 20-ാം വാക്യം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ. നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളെയും പറഞ്ഞു കൊടുക്കണം. ഞാൻ മാത്രം സുഖത്തിൽ പോയാൽ പോരാ. നാളെ നമ്മുടെ മക്കൾ അവർ ചോദിക്കുമ്പോൾ എന്ത് പറയണം? നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു. ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് 23. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എന്നിട്ട് എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ വെറുതെ നന്നായിരിക്കുകയല്ല, എല്ലായ്പ്പോഴും നന്നായിരിക്കേണ്ടതിന്. ഇന്ന് രാത്രി ഈ മഹത്തായ ഒരു പദവിയെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എല്ലായ്പ്പോഴും നന്നായിരിക്കേണ്ടതിന്, എല്ലായ്പ്പോഴും നന്നായിരിക്കേണ്ടതിന്. നീ നന്നായിരിക്കാൻ, നിന്റെ മകൻ നന്നായിരിക്കാൻ, മകൻ്റെ മകൻ നന്നായിരിക്കാൻ. അബ്രഹാം അതനുസരിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം കണ്ണുകൊണ്ട് കണ്ടു. ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് കണ്ടു. യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് കണ്ടു. മകനും മകൻ്റെ മകനും അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് രാത്രി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറയാൻ വേറെ എന്ത് കാരണം വേണം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി യെരമ്യാവ് ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു. 7-ാം അധ്യായം 23-ാം വാക്യം. യെരമ്യാവ് 7:23. എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന്. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പിൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. ഞാൻ പറഞ്ഞത്, ഞാൻ കൽപ്പിച്ചിട്ടുള്ള വഴികളിൽ നടപ്പീൻ എന്നേ പറഞ്ഞുള്ളൂ. എന്തിനാ? നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്. നിങ്ങൾ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ വാക്ക് കേട്ട് അനുസരിക്ക്, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ വാക്യം പറയുമ്പോൾ 21 മുതലൊന്ന് വായിക്കണം. 21, 22 വായിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഹനനയാഗങ്ങളോടും ഹോമയാഗങ്ങളോടും കൂട്ടി മാംസം തിന്നുവിൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ. നിങ്ങളുടെ ഹനനയാഗങ്ങളോട് ഹോമയാഗങ്ങളും കൂട്ടി മാംസം തിന്നുവിൻ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ. ഹോമയാഗങ്ങളെ കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെ കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പ്രൈസ് ഗോഡ്. അവർ ദൈവത്തിന് സ്തോത്രം. പിന്നെ
ദൈവം എന്താണ് ആവശ്യപ്പെട്ടത്? ദൈവം എന്താണ് ആഗ്രഹിച്ചത്? നിന്റെ കാളയെയോ നിന്റെ കഴുതയോ എനിക്ക് വേണ്ട, നിന്റെ ആട്ടിൻകൂട്ടത്തെ എനിക്ക് വേണ്ട, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, വയലിലെ 1000 ജന്തുക്കളും എനിക്കുള്ളത്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും എനിക്കാകുന്നു, നിന്നോട് ഞാൻ ഹനനയാഗം ചോദിച്ചില്ല. 40-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. 50-ാം സങ്കീർത്തനം 11 മുതലുള്ള വാക്യങ്ങൾ, 8 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ദൈവം അത്ര കണക്കാക്കിയിട്ടില്ല. അങ്ങോട്ട് കൊടുത്താൽ അതിന് അനുഗ്രഹം വേറെയുണ്ട്. ദൈവത്തിൻ്റെ കണക്കെന്നറിയാമോ? കർത്താവിന് 1 കൊടുത്ത 100 ഇരട്ടി തിരിച്ചു തന്ന് അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ഭാഷയിൽ അതിൻ്റെ അരിത്മെറ്റിക് എന്ന് പറയാം. ഈ ഞായറാഴ്ച നിങ്ങൾ ദൈവത്തിന് വേണ്ടി 1 രൂപ കൊടുത്താൽ ദൈവം 100 രൂപ തന്ന് അനുഗ്രഹിക്കുമെന്ന്. ഇത് നല്ല ട്രേഡ് മാർക്കിൽ സുവിശേഷം കച്ചവടമാക്കുന്നവർ പറയുന്ന കാര്യമാണ്. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഇവരെ അനുഗ്രഹിക്കുന്നില്ല, നിങ്ങളെ ഇത് മേടിച്ച് അവർ അനുഗ്രഹിക്കപ്പെടുന്നു. അതെനിക്കറിയത്തില്ല. നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് അവരനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ്റെ കടം വീടണമെങ്കിൽ നിങ്ങളിപ്പോൾ ഏറ്റവും നല്ല നോട്ട് തന്നാലേ ഉള്ളത് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറയുമ്പം ഞാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. നിങ്ങളുടെ പോക്കറ്റിൽ പിന്നെ കൈയിട്ട് വാരിയിട്ട് ഞാൻ അനുഗ്രഹം പ്രാപിക്കേണ്ട, എൻ്റെ പോക്കറ്റ് ദൈവം നിറച്ചു കഴിഞ്ഞു. മനസ്സിലാക്കിയവർക്കൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എങ്കിലും നിങ്ങൾ ദൈവനാമത്തിൽ ദൈവവചനപ്രകാരം ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായി 1 രൂപ കൊടുത്താൽ ദൈവവചനം പറയുന്നു 100 മടങ്ങ് ഈ ലോകത്തിൽ വെച്ച് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു അരിത്മെറ്റിക് പറയുകയാണ്. ആമേൻ. ഫെബ്രുവരി മാസം 4-ാമത്തെ ആഴ്ച 10 രൂപ ദൈവത്തിന് കൊടുത്തു. അടുത്ത ഞായറാഴ്ച ദൈവത്തിന് സ്തോത്രം, ദൈവം തിരിച്ചു തരിക എന്ന് വിചാരിച്ചോ? 10 രൂപയല്ല തിരിച്ചു തരുന്നത്, 20 രൂപയല്ല തിരിച്ചു തരുന്നത്. പ്രൈസ് ഗോഡ്. 1000 രൂപ 100 ഇരട്ടി. ആ 1000 രൂപ കിട്ടിയാൽ അതിൻ്റെ 10-1 ദൈവത്തിന് കൊടുക്കാൻ മടിയില്ലാതെ 1000 രൂപയുടെ 10-1 ദൈവത്തിന് കൊണ്ടുപോയി കൊടുത്താൽ, 1000 രൂപയുടെ 10 എത്ര? 100 രൂപ. 100 രൂപ കൊണ്ടുപോയി കൊടുത്താൽ അതിനെ ദൈവം അനുഗ്രഹിച്ച് തിരിച്ചു തരുമ്പോൾ, പ്രൈസ് ഗോഡ്, 100 രൂപയല്ല തിരിച്ചു തരുന്നത്, 200 രൂപയല്ല തിരിച്ചു തരുന്നത്, 100 രൂപ കൊടുത്തതിൻ്റെ 100 ഇരട്ടി 10,000. ഹല്ലേലൂയ. ആ 10,000 കിട്ടിയപ്പോൾ വിശ്വസ്തയോടെ അതിൻ്റെ 10-1 1000 കൊണ്ടുപോയി സ്തോത്ര കാഴ്ചയിട്ടാൽ ദൈവം തിരിച്ചു തരികയാണെങ്കിൽ 2000 അല്ല തിരിച്ചു തരുന്നത്, 3000 അല്ല തിരിച്ചു തരുന്നത്, 100 ഇരട്ടി, 100,000, 1,00,000. ഹല്ലേലൂയ. അപ്പോഴും വിശ്വസ്തയോടുകൂടി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്ര കാഴ്ച ഇട്ടാൽ 1,00,000 കൊടുക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി. പക്ഷെ കുഴപ്പമെന്നറിയാമോ? 1 രൂപ സ്തോത്ര കാഴ്ച ഇടാൻ മടിയില്ല, 10 ഇടാൻ മടിയില്ല, 100 ഇടാൻ മടിയില്ല, 1000 ഇടാൻ മടിയില്ല. 1,00,000 കിട്ടിക്കഴിഞ്ഞ് 10,000 ഇടേണ്ടി വരുമ്പോൾ 10,000 രൂപ സ്തോത്ര കാഴ്ചയോ, എൻ്റെ അമ്മോ! അവിടെ വെച്ച് നിൽക്കും. ദൈവമക്കളെ, കൊടുത്ത് പഠിക്കണം. ആദ്യം ദൈവത്തിന് കൊടുത്താൽ നഷ്ടമില്ലെന്ന് പറഞ്ഞ് കൊടുക്കാൻ പഠിക്കണം. പ്രൈസ് ഗോഡ്. കിട്ടാൻ വേണ്ടി പറയല്ല. ഇവിടെ ഇതുവരെ സ്വത്രാഴ്ച എടുത്തിട്ടില്ല, എടുക്കുകയുമില്ല. ഞാൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്, തരണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം. തരണമെന്നല്ല പറഞ്ഞത്, കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. പക്ഷേ അതുകൊണ്ടല്ല ദൈവം അനുഗ്രഹിക്കേണ്ടത്. സാമ്പത്തികമായിട്ട് മാത്രം അനുഗ്രഹിച്ചാൽ പോരാ. കിട്ടിയ സമ്പത്തിൽ സമാധാനം കൂടെ കിട്ടണം. സാമ്പത്തികമായ ഉയർച്ച കൊണ്ട് മാത്രം അനുഗ്രഹമാകത്തില്ല. കുറെ കാശുണ്ടായത് കൊണ്ട് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാകത്തില്ല. പണത്തിൻ്റെ കൂടെ പണമില്ലെങ്കിലും ദൈവം തരാൻ കഴിയുന്ന മറ്റൊന്നുണ്ട്. സന്തോഷം, സമാധാനം, ഐശ്വര്യം, അഭിവൃദ്ധി, എല്ലാം. ആരോഗ്യം, ദീർഘായുസ്.
ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കൂടെ ചേർന്ന് വന്ന പണത്തിന് ഗുണമുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഒരു പണവും ഒരു ക്യാൻസറും കൂടെ രണ്ടും കൂടെ തന്നിട്ട് എന്നാ ചെയ്യാനായി? കിട്ടുന്ന പണം അങ്ങോട്ട് ചിലവാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് രോഗമില്ലാത്ത, ഭാരമില്ലാത്ത, വേദനയില്ലാത്ത, നിരാശയില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ജീവിതത്തോട് ചേർന്ന് 500 രൂപ കിട്ടിയാൽ എന്തൊരു സന്തോഷമല്ലേ? രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവികമായ സമാധാനത്താൽ, ദൈവികമായ സന്തോഷത്താൽ, മാത്രമല്ല ഭൗതികമായ അനുഗ്രഹത്താൽ, ആകാശത്തിലെ വിശിഷ്ടമായ മഞ്ഞുകൊണ്ട്, ഭൂമിയിലെ വിശിഷ്ടമായ ഫലങ്ങൾ കൊണ്ട്, അവൻ ഹല്ലേലൂയ, എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. ആ അനുഗ്രഹം മൊത്തം മേടിക്കണം, അല്ലാണ്ട് ഒരു വശം മാത്രം ചീർത്ത് വന്നിട്ട് കാര്യമില്ല. ദാരിദ്ര്യവ്യവസ്ഥയെ കിടന്നതിന് കുറേ കാശുണ്ടായാൽ പിന്നെ അവനെ കൊണ്ട് ശല്യമാണ്. എല്ലാം കൂടെ വരണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവവചനം പറയുന്നു, ദൈവത്തിൻ്റെ നിന്റെ ഹോമയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ശാസിക്കുന്നില്ല. ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. 9-ാം വാക്യം. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്ക. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്ക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും. നിനക്ക് ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് കൊടുക്കാനല്ല പറഞ്ഞത്, അതിനേക്കാൾ വലുതാണ് അനുസരിക്കുക. പ്രൈസ് ഗോഡ്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവം നോക്കുന്നത് നീ അനുസരിക്കുന്നവനാണോ, അനുസരിക്കുന്നവളാണോ? ദൈവവചനം വായിച്ച് കേട്ട് അത് ഭയപ്പെട്ട് അവനെ അനുസരിക്കുന്നവനാണോ, അനുസരിക്കുന്നവളാണോ? ഇതാണ് ദൈവം നോക്കുന്നത്. നമുക്ക് അനുസരിക്കുന്നവരായിരിക്കാം. അനുഗ്രഹം താനേ വരും, ഐശ്വര്യം താനേ വരും, അഭിവൃദ്ധി താനേ വരും, ദീർഘായുസ് താനേ വരും. ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അന്തിമമായി ദൈവത്തിന് പ്രൈസ് ഗോഡ് ഹനനയാഗവും പാപയാഗവും ഭോജനയാഗവും ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 40-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടോ ഈ കോണ്ടെക്സ്റ്റിൽ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അന്തിമമായിട്ട് ഇതാണ് കാര്യം. ദൈവമേ, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇന്ന് രാത്രി ഒന്ന് ഉറക്കെ പറയാമോ? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രയോജനപ്പെടുന്നു. അടിയനിതാ. ഈ ഒരു സമർപ്പണം ദൈവത്തിന് ആഗ്രഹിക്കും. ദൈവം ആഗ്രഹിക്കും. ദൈവമക്കളെ, ദൈവത്തിനൊന്നും കൊടുത്ത് സന്തോഷിപ്പിക്കണ്ട. അവന് വേണ്ടത് നിന്റെ പണമല്ല, നിന്നെ തന്നെ. പ്രൈസ് ഗോഡ്. ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിന്, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ, ദൈവികമായ കാര്യങ്ങളിൽ മുമ്പേ അവൻ്റെ രാജ്യനീതിയും, seek ye first the kingdom of God and all these things will be added. അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും.
ഈ ഒരു അടിസ്ഥാന പ്രമാണം നമ്മൾ മനസ്സിലാക്കി ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നിത്യത വരെ സന്തോഷമായി പോകാനും സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ദൈവം പറഞ്ഞത് അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അങ്ങ് അനുസരിക്ക്. ദൈവം ഒരു കാര്യം പറയുമ്പം ബുദ്ധി ഉപയോഗിക്കും, നമ്മൾ യുക്തി ഉപയോഗിക്കും, എക്സ്പീരിയൻസ് ഉപയോഗിക്കും, 3 കാര്യങ്ങൾ ഉപയോഗിക്കും. വിൽ യൂസ് അവർ ഇൻ്റലിജൻസ്, വി യൂസ് അവർ കോമൺ സെൻസ് ആൻഡ് വി യൂസ് അവർ എക്സ്പീരിയൻസ്. ഇത് 3 ഉപയോഗിക്കാതെ യൂസ് യുവർ ഗൈഡൻസ്. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ നടത്തിപ്പ് നോക്കിക്കോണം. ബുദ്ധി മാറ്റിവെക്കണം, ഇൻ്റലിജൻസ് മാറ്റിവെക്കണം, എക്സ്പീരിയൻസ് മാറ്റിവെക്കണം, പരിചയം, കഴിഞ്ഞകാല പരിചയം മാറ്റിവെക്കണം. പ്രൈസ് ഗോഡ്. കോമൺ സെൻസ് പോലും ചിലപ്പോൾ മാറ്റിവെക്കണം. ഒരു ഉദാഹരണം നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 39 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39 മുതൽ. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ മേളിൽ നമ്മൾ വായിക്കുമ്പോൾ ലാസർ മരിച്ച് അടക്കപ്പെട്ട ശേഷം 3 ദിവസം കഴിഞ്ഞാണ് യേശു എത്തുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 38-ാം വാക്യം. പിന്നെ യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. അടുത്തത് കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവിൻ, ഗുഹയുടെ കല്ല് നീക്ക്. മരിച്ചവന്റെ സഹോദരി മാർത്തയുടെ ബുദ്ധി വർക്ക് ചെയ്തു, മാർത്തയുടെ കോമൺ സെൻസ് വർക്ക് ചെയ്തു, മാർത്തയുടെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എക്സ്പീരിയൻസ് വർക്ക് ചെയ്തു. അവളുടെ കോമൺ സെൻസ് പറഞ്ഞതെന്നറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മരിച്ചിട്ട് 4 ദിവസമായി. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, കോമൺ സെൻസ് മതി അല്ലേ? എന്ത് പറഞ്ഞു മാർത്ത? കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. 4 ദിവസമായി കോമൺ സെൻസ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വീണ്ടും വർക്ക് ചെയ്തു എക്സ്പീരിയൻസ്. മരിച്ചിട്ട് 4 ദിവസമായാൽ എന്ത് കാണും? നാറ്റം കാണും, എക്സ്പീരിയൻസ്. മനുഷ്യൻ മരിച്ചത് കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, പട്ടി എത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, പൂച്ച എത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, കോഴി എത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, പശു എത്ത് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. തീർന്നില്ല, മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന മീൻ ചത്ത് വൈകുന്നേരമായപ്പോൾ കണ്ടിട്ടുണ്ട്, നാറുന്ന കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ്. കോമൺ സെൻസ് പറഞ്ഞു 4 ദിവസമായി, എക്സ്പീരിയൻസ് പറഞ്ഞു നാറ്റം വെച്ചു. പ്രൈസ് ഗോഡ്. ഇന്റലിജൻസ് പറഞ്ഞു കല്ല് മാറ്റല്ലേ. ഇന്ന് രാത്രി ഇന്റലിജൻസ് മാറ്റിവെക്കാമോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന്, ദൈവവചനം അനുസരിക്കുന്നതിന് നിന്റെ മുമ്പിൽ തടസ്സമായി കാണുന്ന വിഷയത്തെ അതിന്റെ യുക്തിയെ തട്ടി മാറ്റിക്കൊണ്ട് എന്റെ ദൈവം പറഞ്ഞതാണെങ്കിൽ ഞാൻ അതനുസരിക്കും. എന്തിന്? അത് ദോഷമായാലും അത് ഗുണമായാലും എനിക്ക് ഗുണമായിരിക്കേണ്ടതിന്, എനിക്ക് നന്നായിരിക്കേണ്ടതിന്, എനിക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്. ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കാൻ, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ, നിനക്ക് അഭിവൃദ്ധി വരാൻ, നിനക്ക് വർധന വരാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവവചനം എന്ത് പറഞ്ഞാലും അതെനിക്ക് ആശീർവാദമാണ്, അതെനിക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് അനുസരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരു സ്തോത്രം പറയാമോ? സംശയിച്ചൊന്നും കൈന്നും പൊക്കൊന്നും വേണ്ട കേട്ടോ ആരും. മര്യാദയ്ക്ക് ദൈവസ്നേഹം വരുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഓർക്കുമ്പോൾ, നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, പ്രൈസ് ഗോഡ് അനുഭവിച്ച അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ, ചെന്ന ദൈവം എത്തിച്ച സ്ഥലങ്ങൾ ഓർക്കുമ്പോൾ, വഴിയാധാരമായി കിടക്കേണ്ട സ്ഥാനത്ത്, നിരാശപ്പെട്ട് കിടക്കുന്ന സ്ഥാനത്ത്, സകലതും നഷ്ടമാകുമെന്ന് തോന്നിയ സ്ഥാനത്ത് ഈ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ എന്തിനു മടിക്കണം? ഒരു തീരുമാനമെടുക്ക. ദൈവത്തെ ഞാൻ അനുസരിക്കും. ആരെ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്ത് ചെയ്യും? അനുസരിക്കും. ആരെന്ത് പറയുന്നത് എനിക്ക് വിഷയമല്ല.
പ്രൈസ് ഗോഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ന് അനേകർക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് അയലോക്കത്തുകാരെന്ത് പറയും, തെക്കേ വീട്ടുകാരെന്ത് പറയും, വടക്കേ വീട്ടുകാരെന്ത് പറയും, കിഴക്കേ വീട്ടുകാരെന്ത് പറയും, പടിഞ്ഞാറേ വീട്ടുകാരെന്ത് പറയും, ആളിയൻ എന്ത് പറയും, അമ്മായിയപ്പൻ എന്ത് പറയും, അമ്മായിയമ്മ എന്ത് പറയും, കൂടെ ജോലി ചെയ്യുന്നവരെന്ത് പറയും, ഹല്ലേലൂയ, ബന്ധുക്കൾ എന്ത് പറയും, മിത്രങ്ങൾ എന്ത് പറയും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവരെല്ലാം ഇല്ലാതെയായി പോകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ നിലനിൽക്കും, എന്ന് വരെ നിലനിൽക്കും, നിത്യത വരെ, നിത്യത വരെ. ആയിരമല്ല, കോടാനുകോടി ദൂതന്മാരുടെ മുമ്പിൽ നിന്നെ നീ അനുസരിച്ചത് കൊണ്ട് നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്വർഗത്തിലെ ദൈവം, നീ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ മുമ്പിലല്ല, ലോകത്ത് ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ സകല വിശുദ്ധന്മാരുടെയും മുൻപിൽ, കോടാനുകോടി ശക്തന്മാരായ ദൂതന്മാരുടെ മുമ്പിൽ യേശു നിന്നെ ഏറ്റുപറയും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവനും മരിക്കും. നിന്റെ അയലോക്കത്തുകാർ മരിക്കും, ബന്ധുക്കൾ മരിക്കും, മിത്രങ്ങൾ മരിക്കും, ചാർച്ചക്കാർ മരിക്കും, അടക്കപ്പെടും, മണ്ണിൽ പോകും, പുഴുവരിക്കും, മണ്ണോട് മണ്ണ് ചേരും, മണ്ണിൽ നിന്നെടുത്ത് മണ്ണിലേക്ക് തിരിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരു കാഹളം ധ്വനിക്കുന്ന മാത്രയിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ അവൻ യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെയും എന്നെയും മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വാസമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, അവൻ മരിച്ചാലും ജീവിക്കും. ഈ ഉറപ്പുള്ളവൻ ഇവിടത്തെ നക്കാപ്പിച്ചയല്ല വിഷയം. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രൈസ് ഗോഡ്, എനിക്കൊരു നിത്യതയിലെത്തണം, എനിക്കൊരു നിത്യതയിലെത്തണം. സിംഹാസനത്തിന് മുമ്പാകെ ഇടയൻ കോടാടിനെയും ചെമ്മരിയാടിനെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എന്നെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ലോകസ്ഥാപനത്തിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, പിതാവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവിനെന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഞാനും കാണുമെന്ന് ഉറപ്പാക്കണം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഉറപ്പുണ്ടോ? പേര് വിളിക്കുന്ന നാളിൽ എന്റെ പേര് കാണും, ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് കാണും. എന്റെ യേശു എന്നെ വ്യക്തിപരമായി പേര് ചൊല്ലി വിളിക്കുന്ന നിത്യതയുടെ മുഖത്ത് ഞാനും 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 കാണും. അതാണ് കാര്യം. പരീക്ഷ ജയിക്കുന്നതല്ല, പരീക്ഷ തോക്കുന്നതല്ല, സമ്പത്ത് ഉണ്ടാകുന്നതല്ല, സമ്പത്ത് പോകുന്നതല്ല. എന്നാൽ ഇതൊന്നും പോകത്തില്ല, ഇതൊന്നും നശിക്കത്തില്ല, നീ തോൽക്കാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിന്നാൽ നിന്നെ മാനിക്കുന്ന സ്വർഗമുണ്ട്. ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കാൻ കല്ല് മാറ്റാൻ പറഞ്ഞു. അനുഭവം കിട്ടേണ്ടവൾ പറയുക, നാറ്റം വെച്ച് കാണും കർത്താവേ, 4 ദിവസമായല്ലോ. പക്ഷേ പ്രൈസ് ഗോഡ്, ആമേൻ. അടുത്ത വാക്യം, 40-ാം വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. അവർ കല്ല് നീക്കി. വിഷമിച്ചാണേലും കല്ല് നീക്കി. ഇന്ന് രാത്രി ചില കല്ല് നീക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകൾ ഇന്ന് രാത്രി നീക്ക്. അവരെ ഇവരെയും ചിന്തിക്കല്ലേ, അവരെ ഇവരെയും ഓർത്ത് ഭാരപ്പെടല്ലേ, ഭയപ്പെടല്ലേ. ചില കല്ലുകൾ നീക്കാനിടയായാൽ അടുത്ത നിമിഷത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? മരിച്ചവൻ, താഴോട്ട് വായിച്ചേ, അത് ഇത് പറഞ്ഞിട്ട് യേശു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. നാറ്റം വെച്ചോ? 4 ദിവസമായോ? വിഷയമല്ല, വെളിയിൽ വരും. ഇന്ന് രാത്രി ഏത് നശിഞ്ഞ് ജീർണിച്ച് കിടക്കുന്ന വിഷയമായാലും കല്ല് നീക്കാൻ മനസ്സുണ്ടെങ്കിൽ, അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവകൃപ പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവവചനം അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, 4 ദിവസമായ നാറ്റം വെച്ച വിഷയമായാലും വെളിയിൽ വരും. ഇല്ലെങ്കിൽ യേശു വെളിയിൽ വരുത്തും.
The name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ ചില വിഷയങ്ങൾ വെളിയിൽ വരട്ടെ. അടഞ്ഞു കിടക്കുന്ന കല്ലറയുടെ പുറകിൽ നയമൽ ദ്രവിച്ചു കിടക്കുന്ന, നശിച്ചു കിടക്കുന്ന, ഒരു പ്രത്യാശയില്ലാതെ കിടക്കുന്ന, നാറ്റം വെച്ച് കിടക്കുന്ന ചില ദാസർ വെളിയിൽ വന്നതുപോലെ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി വെളിയിൽ വാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കർത്താവേ, എൻ്റെ ചില വിഷയങ്ങൾ ശത്രു നശിപ്പിച്ച് അകത്തിട്ട് അടച്ചിരിക്കുന്നു, ജീർണിച്ചിരിക്കുന്നു, നാറ്റം വെച്ചിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അനക്കമില്ല. ഇന്ന് രാത്രി അനങ്ങി വെളിയിൽ വരണം. വിഷയമുള്ളവർ കരമുയർത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വിഷയം നിങ്ങൾക്കറിയാം, എനിക്കറിയത്തില്ല, എന്നാൽ സ്വർഗം അറിയുന്നു. പ്രൈസ് ഗോഡ്. എത്ര തടസ്സം വെച്ചിട്ടുള്ള വിഷയമായാലും, നടക്കത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞ വിഷയമായാലും, മെഡിക്കൽ സയൻസ് പറഞ്ഞ വിഷയമായാലും, വക്കീലന്മാർ പറഞ്ഞ വിഷയമായാലും, ഡോക്ടർമാർ പറഞ്ഞ വിഷയമായാലും, എഞ്ചിനീയർമാർ പറഞ്ഞ വിഷയമായാലും, കോടതി പറഞ്ഞ വിഷയമായാലും, ആര് പറഞ്ഞ വിഷയമായാലും, നിന്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പറഞ്ഞ വിഷയമായാലും, ഇന്ന് രാത്രി നടത്താൻ കഴിവുള്ള ഒരുവനുണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ വിഷയം കാമിനെ ഓർത്തുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ചാട്ട് എന്നിട്ട് എന്നോട് ചേർന്ന് 2 വാക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ ഉറക്കെ പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഇന്ന് രാത്രി ഞാൻ അടുത്തു വരുന്നു. ഈ കേട്ട വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ വചനം വായിക്കും, ഗ്രഹിക്കും, അനുസരിക്കും. ഗുണമായാലും ദോഷമായാലും അനുസരിക്കും. ഗുണം വരേണ്ടതിന്, നന്നായിരിക്കേണ്ടതിന് അനുസരിക്കും. ദൈവമേ, കൃപ തരണമേ. നിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ കൃപ തരണമേ. ഇന്ന് രാത്രി എൻ്റെ ബുദ്ധി മാറ്റിവെക്കുന്നു. എൻ്റെ ഇന്റലിജൻസ് മാത്രമല്ല, കോമൺ സെൻസ്, എൻ്റെ പരിചയങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു. വിശ്വാസത്തോടെ ചില കല്ലുകൾ ഇപ്പോൾ ഞാൻ നീക്കുന്നു. ലാസർ വെളിയിൽ വരട്ടെ, വിഷയം വെളിയിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Come out, come out, come out, come out. In the name of Lord Jesus of Nazareth I command. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. അടഞ്ഞു കിടക്കുന്ന കല്ലുകൾ മാറ്റി വിഷയങ്ങൾ വെളിയിൽ വരട്ടെ, വിഷയങ്ങൾ വെളിയിൽ വരട്ടെ. താമസിക്കല്ലേ. ആമേൻ. ഈ വചനങ്ങളെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.